എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 320 കട്ടാണ്. രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റ് എന്ന അൺമോൾ ക്വാളിറ്റിയിൽ വന്ന മെറ്റീരിയലിൽ 320 കട്ട്സിൽ വന്ന ഡിസൈൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വില വരുന്നത് 160 പ്ലസ് GST ആണ്. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ്. ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പക്ഷെ എന്നാലും ചിലർ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് കുറേയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാര്യം തുടക്കത്തിൽ തന്നെ ഒന്നുകൂടെ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വർക്കിംഗ് ടൈമിൽ നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ട് വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഹോൾസെയിൽ വേണ്ടവർ വാട്സാപ്പിൽ എഴുതിയേക്കുന്ന നമ്പറിലും റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൽ നിന്ന് എഴുതിയേക്കുന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ റീറ്റെയിൽ വില വരുന്നത് 240 രൂപയാണ് കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോൾ അവർക്ക് സമയം കിട്ടുമ്പോഴായിരിക്കും നോക്കുന്നത്, അപ്പോഴത്തേക്കും മെറ്റീരിയൽ കിട്ടാതെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പരിഹാരം കണ്ടെത്തിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മൾ എല്ലാ ദിവസവും, അതായത് നമ്മൾ വീഡിയോ ചെയ്ത് ഇടുന്ന ദിവസങ്ങളിൽ 3 മണിക്കാണ് കറക്റ്റ് നമ്മൾ വീഡിയോ ഇടുകയുള്ളൂ. 2 ദിവസത്തിൽ കൂടിയിട്ടാണ് വീഡിയോ കൂടുതലും ചെയ്യാൻ സാധ്യതയുള്ളൂ. ഓരോ ദിവസം ഇടവിട്ടുള്ള വീഡിയോസാണ് വരാൻ സാധ്യതയുള്ളൂ. അല്ല അഥവാ എല്ലാ ദിവസവും വീഡിയോ വരുന്നുണ്ടെങ്കിൽ 3 മണി സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ആ ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ആദ്യം തന്നെ മെറ്റീരിയൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ ഒരു സൗകര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയം ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സമയത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ല നിങ്ങൾക്ക് ആ സമയം ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ കുറേ പേര് നമ്മൾ ചോദിച്ചു റീറ്റെയിലിന് എന്താണ് ഇത്ര വില എന്നുള്ളത്. ഈ പറയുന്ന വിലകളെല്ലാം മാർക്കറ്റിൽ ഇന്നൊരു മെറ്റീരിയൽ മേടിക്കാൻ പോകുമ്പോഴുള്ള സാധാരണ റീറ്റെയിൽ ഷോപ്പിലെ വിലയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഐറ്റം, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ 320 തന്നെ 168 രൂപ നമ്മുടെ GST ഉൾപ്പെടെയുള്ള റേറ്റാണ്. ഒരു ഐറ്റം നമ്മൾ വിൽക്കുന്നു, നമ്മുടെ നിന്ന് കസ്റ്റമർ എടുക്കുന്നു, അവർ പാഴ്സലിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 2 രൂപ കോസ്റ്റ് കൂട്ടാം. 170 രൂപ മുടക്കി എടുക്കുന്ന ഒരാൾ അതെങ്ങനെ വില 240 രൂപയ്ക്ക് വിറ്റാലാണ് അവർക്ക് ഒരു ലാഭം കിട്ടുള്ളൂ. ഒരു മാന്യമായ ലാഭം തന്നെയാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിൽക്കുമ്പോൾ ഇപ്പോൾ കസ്റ്റമറിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിൽ കൂടിയാണ് നമ്മൾ ഈ റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ 168 GSTക്ക് വിറ്റു, അത് കഴിഞ്ഞിട്ട് നമ്മളത് കൊണ്ടുപോയി വീണ്ടും 180 വിറ്റു. അപ്പോൾ പിന്നെ നമ്മുടെ കസ്റ്റമറിന് അത് വിൽക്കാൻ ഒരു തടസ്സമായിട്ട് വരും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സാധാരണ മാർക്കറ്റിൽ എന്ത് റേറ്റാണോ ഫോളോ ചെയ്യുന്നത് ആ റേറ്റ് നമ്മൾ ഇട്ടിട്ട് ചെയ്യുന്നത്. നമ്മുടെ റീറ്റെയിലിന് അത്യാവശ്യം ആളുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ സെപ്പറേറ്റ് മെസ്സേജ് ചെയ്യണം, ഹോൾസെയിലിൻ്റെ നമ്പറിൽ കയറി മെസ്സേജ് ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ ഈ മെറ്റീരിയലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൻ്റെ അൺമോൾ ക്വാളിറ്റിയിൽ വന്ന മെറ്റീരിയലാണ്. മെറ്റീരിയലിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം അൺമോൾ ക്വാളിറ്റിയാണ് ആദ്യം മുതലുള്ളതെന്നുള്ളത്. പിന്നെ എല്ലാ മെറ്റീരിയലിനും 5% GST ചാർജ് ആവുന്നത്. അതിപ്പോൾ 160ൻ്റെ 5% എന്ന് പറയുമ്പോൾ ഏകദേശം 8 രൂപയോളം വരും. 8 രൂപ പ്ലസ് 8 റുപ്പീസാണ് കയറി വരുന്നത്. അപ്പോൾ 168 രൂപ GST ഉൾപ്പെടെ ഇതിൻ്റെ റേറ്റ് വരും. പിന്നെ ഷിപ്പിംഗ് ചാർജ് വരുമ്പം ഇതിന് ഇന്ത്യ പോസ്റ്റിലാണ് അയക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതൽ വരും. അതൊരു 20 രൂപയുടെ വ്യത്യാസം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് കൂടുതലാണ്. പറഞ്ഞത് മറപ്പി വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ GSM കൂടുതലുള്ള കാരണം വെയിറ്റ് കൂടും. അപ്പോൾ ഓൾറെഡി ആ ഷിപ്പിംഗ് ചാർജിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കൊറിയർ വഴിയാണെങ്കിൽ നമുക്കത് പാച്ചപ്പ് ചെയ്ത് പോകാം. ഇന്ത്യ പോസ്റ്റ് കഴിയുമ്പോൾ ചാർജ് ഇച്ചിരി കൂടുതൽ വരും. പിന്നെ പാഴ്സലൊക്കെ അയക്കുമ്പോൾ ഒന്നും പ്രശ്നമുള്ള കേസൊന്നുമല്ല. അത് നമുക്ക് ആ ഒരു ഫിക്സഡ് റേറ്റിനകത്ത് എത്ര പീസ് വേണമെങ്കിലും എടുക്കാൻ പറ്റും. പിന്നെ മിക്സ് മാച്ചായിട്ടുള്ള മെറ്റീരിയൽ മിക്സ് മാച്ച് ഒരുമിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ സാധാരണ 290 മെറ്റീരിയലാണെങ്കിലും അജറക്കാണെങ്കിലും നൈറ്റ് വിത്ത് ഷാളാണെങ്കിലും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. നൈറ്റ് വിത്ത് ഷാൾ അജറക്ക് നമുക്ക് ഒരുപാടില്ല, എന്നാലും കുറച്ച് ഡിസൈൻസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എന്ത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും ഫോട്ടോസ് പെട്ടെന്ന് ചില സമയത്തൊക്കെ മാത്രമാണ് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രമാണ് ഡിലേ വന്നത്. അപ്പോൾ ആ ഡിലേ വരുമ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് കിട്ടും. പിന്നെ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ വേറെ കസ്റ്റമേഴ്സിനെ അയച്ചു കൊടുത്ത് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ പറയുമ്പോഴത്തേക്ക് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങളുടെ ഡിലേ ആവണനുസരിച്ച് ഓരോന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എന്നാ പറയണേ, ഒരുപാട് പേര് ഇവിടെ വന്നെടുക്കുന്നതുകൊണ്ട് ഓൺലൈനിൽ എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫോട്ടോ കിട്ടി ഏറ്റവും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇപ്പോഴും ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ട്രാൻസ്പോർട്ട് ഏതാണ് ബെറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ എപ്പോഴും പാഴ്സലിൽ എടുക്കാനാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ആ ഒരു ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊറിയറാണ്. കൊറിയറിലൊക്കെ ഒരു 25 ചുരുങ്ങിയത് എടുക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ കൊറിയറിൽ ഒരുപാട് റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിൽ 10 അയക്കണതിന് 140 രൂപ ആകുന്നുണ്ടെങ്കിൽ കൊറിയറിനകത്ത് നമുക്ക് 25 അയക്കണതിന് 175 രൂപ ആവുള്ളൂ. ആ ഒരു അവിടെ വലിയൊരു ഡിഫറൻ്റാണ്. അത് നിങ്ങളുടെ കോസ്റ്റിലും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആ കാര്യം നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് പോകുന്നത്.
പിന്നെ എല്ലാവരും ചോദിക്കേണ്ടത് ഈ മെറ്റീരിയലിൻ്റെ കളറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളറിന് അതാണ് ട്രൂത്ത് കളറാണത്. അതിനകത്ത് വേറെ കളർ ഗ്രേഡിങ്ങോ കാര്യങ്ങളൊന്നും നടത്താതെ നമ്മുടെ ഫോണിൽ നിന്ന് കിട്ടിയ ഔട്ട് എന്നാണോ അത് തന്നെയാണ് ഔട്ട് നിങ്ങൾക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. കുറച്ച് ഇതിൻ്റെ ക്ലാരിറ്റി കൂട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 4K കണ്ടു കഴിഞ്ഞാൽ പക്കാ ക്ലിയർ ആയിട്ട് നേരിട്ട് മെറ്റീരിയൽ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ വീഡിയോ കാണിക്കണ അല്ലാണ്ടും വേറെ ഡിസൈൻസ് നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചാൽ മതി. ആരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ട. നമ്മൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനോ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ മെസ്സേജ് ചെയ്യുക, മെറ്റീരിയൽ വേണം, എന്ത് മെറ്റീരിയലാണ് വേണ്ടതെന്ന് പറയുക, നിങ്ങൾക്ക് ഫോട്ടോ കിട്ടും. ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ റിട്ടേൺ അയച്ചു കൊടുക്കുക. അതായത് മാക്സിമം പെട്ടെന്ന് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാൻ നോക്കുക. ആ ഫോട്ടോ കിട്ടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ഡീറ്റെയിലും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഡീറ്റെയിലൊക്കെ ഫോളോ ചെയ്തിട്ട് മെറ്റീരിയൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ചില ഐറ്റംസ് നമ്മൾ സെറ്റ് പറയുന്നുണ്ട്, ആ സെറ്റ് പറയുന്ന ഐറ്റംസ് സെറ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും എല്ലാ ഡിസൈനും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഡെയിലി എന്നാ ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമറിനോടുള്ള റെസ്പോൺസ് ടൈം ഇച്ചിരി കുറച്ചുകൊണ്ട് വേണം. അതായത് ഏറ്റവും പെട്ടെന്ന് കസ്റ്റമറിന് റിപ്ലൈ കൊടുത്ത് ഏറ്റവും പെട്ടെന്ന് ഓർഡർ പ്രോസസ്സിങ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പൊക്കെ നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.